തിരൂർ നടന്ന മലപ്പുറം പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കമന്ററി കൊണ്ട് താരമായി നിജാസ്. 6 ഭാഷകളിൽ കമന്ററി പറഞ്ഞാണ് നിജാസ് ശ്രദ്ധ നേടിയത്. മലയാളത്തിന് പുറമെ തമിഴും കന്നഡയും അറബിയും എല്ലാം നിജാസിന് വഴങ്ങും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമന്ററി പറയാൻ പോകാറുണ്ട് ഇപ്പോൾ നിജാസ്. Stunning performance, lovely and interesting, the flying like a bird. What a man, what a catch, no words asked. Absolutely perfect catch, and the fifth ball is completed with catch, 1 wicket loss. And last one ball, 8 submittance, 1 wicket loss and last. തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മലപ്പുറം പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് പോയപ്പോഴാണ് മത്സരത്തിന്റെ ചടുല താളത്തിനൊപ്പം നാവാടുന്ന ഈ കമന്ററി കേട്ടത്. ആദ്യം മലയാളം, പിന്നെ തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ഒടുക്കം ദേ വരുന്നു അറബിക് ഭാഷയിലും. ടീമിൽ നിന്ന് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ മെഹബൂബ് എന്ന താരത്തിന് നിലയുറപ്പിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിന്റെ ഗതി എവിടെ എത്തുമെന്ന നിരവധി മത്സരങ്ങൾ. إلى الباوندري إنها لوحة جميلة وتسية نالية وفوق الملء بلا جواب لا كلام لا سؤال. وانا بريليان كانت क्या खूबसूरत है, क्या समंदर का शॉट है. मैदान का ऊपर पहुंच किया बाहर में, अभी सड़क में बॉल किया. 24 रन हो गया, 2 विकेट नुकसान में 2.3 बॉल में 3-4 and the 1. Oh India, now the fielder Anthony does got ATC collected the ball and the wicket loss. കേട്ടപ്പോൾ കക്ഷി ആള് കൊള്ളാമല്ലോ എന്ന് തോന്നി. പരിചയപ്പെട്ടപ്പോഴാണ് ആളെ അടുത്തറിഞ്ഞത്. കോഴിക്കോട് കല്ലായിക്കടുത്ത് ചക്കുംകടവ് സ്വദേശിയാണ് നിജാസ്. ഇടംകയ്യൻ ബാറ്ററായി ക്രിക്കറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങി. പിന്നെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കളി പറച്ചിലുകാരനായി. അങ്ങനെയാണ് സുഹൃത്തുക്കൾ ഇടപെട്ട് കാലിക്കറ്റ് പ്രീമിയർ ലീഗിൽ കമന്റേറ്ററാകാൻ അവസരമൊരുക്കുന്നത്. ശേഷം മൈക്കിൽ നിജാസ്. ഞാൻ കമന്ററി തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കളികളിലാണ്. ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു. ബാറ്റിങ്ങിൽ കൂടുതൽ അവസരങ്ങൾ കുറവായിരുന്നു. ബാറ്റിങ്ങിൻ്റെ ഇടതുപക്ഷത്തേക്ക് അടിക്കുമ്പോൾ അവിടെയുള്ള സാധാരണ ഇടവന്മാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ കുറച്ചൊക്കെ കളിയുമായിട്ട് ബന്ധപ്പെട്ട് കളി കണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കുറച്ച് സംസാരിക്കുക, അങ്ങനെ തുടങ്ങിയതാണ് കമന്ററി. കോഴിക്കോട് കല്ലായി ഭാഗത്ത് നമ്മുടെ ചക്കുംകടവ് എന്ന് പറയും, അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ അങ്ങനെ കമന്ററി ആയിട്ട് പതുക്കെ തുടങ്ങി. പിന്നെ കോഴിക്കോട് ഭാഗത്തുള്ള ടൂർണമെൻറ്റുകളിലൊക്കെ വന്ന്, കോഴിക്കോടിൽ ഏറ്റവും വലിയ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു CPL എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് പ്രീമിയർ ലീഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരെന്നെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അതിൽ കമന്ററി പറയാൻ അവസരം നൽകി. അപ്പോൾ അതിൽ കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്തു. അതിനുശേഷം പിന്നീട് നമ്മളെ പുറത്തേക്കുള്ള 1-2 കളി വന്നു. വടകര ഭാഗത്ത് കളി വന്നു, അവിടേക്ക് പോയി. ക്രിക്കറ്റ് കമന്ററി കൊണ്ട് ശ്രദ്ധേയനായ ബാസി പലപ്പോഴായി കമന്ററി കേട്ടതാണ് നിജാസിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പിന്നീട് ബാസിക്കൊപ്പം പല വേദികൾ. ഒടുവിൽ കോഴിക്കോടും മലപ്പുറവും കടന്ന് കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിജാസിന്റെ കളിപറച്ചിൽ നാദം ഒഴുകി നടന്നു. പിന്നെ നമ്മുടെ ബാസി ഉണ്ട്, ഇപ്പോൾ ഒഫീഷ്യൽ കമന്റേറ്ററായിട്ട് അറിയാമല്ലോ. ബാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ബാസി എൻ്റെ കൂടെ കൂട്ടി. ബാസിയുടെ കൂടെ കുറച്ച് കളികളൊക്കെ ചെയ്ത് പിന്നെ ബാസി നമ്മളെ വിടാതെ പിന്തുടർന്നു. അതോടൊപ്പം തന്നെ നമ്മളും ഇങ്ങനെ അതൊരു പ്രൊഫഷണൽ അല്ല, എന്നിരുന്നാലും പ്രൊഫഷണലാണ് എന്ന് പറയുന്ന രീതിയിലാണ്. കാരണം കളിയെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 1-2 കളികളാണ്. ഇപ്പം കൂടി വരുന്നുണ്ട്, പല ദിവസങ്ങളിലും കളികൾ വരുന്നുണ്ട്. ഈ ഒരു കളി 3 ദിവസത്തെ കളിയാണ്. അപ്പോൾ 2 ദിവസം കളി വരും, ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ ജോലികളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകും. പിന്നെ ഭാഷകൾ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഭാഷ ഞാൻ ക്രിക്കറ്റിന് വേണ്ടി തയ്യാറാക്കിയത്. ഇപ്പോൾ കന്നഡയിൽ ക്രിക്കറ്റ് നമ്മൾ കാസർഗോഡ് ഭാഗത്ത് 1-2 കളി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് കന്നഡ ഒരു രസമായിട്ട് തോന്നിയപ്പോൾ കുറച്ച് കന്നഡകൾ പഠിക്കാമെന്ന് വിചാരിച്ചു. അതുമായിട്ട് കന്നഡയിൽ കുറച്ച് സംസാരിച്ചു. പിന്നെ അറബി ബേസിക്കലി ഞാൻ അറബി കോളേജിൽ പഠിച്ചിരുന്നു കുറച്ച് കാലം, ഒരു 4-5 വർഷത്തോളം അറബി കോളേജിൽ പഠിച്ച്. അപ്പോൾ അറബി ഭാഷയോട് കൂടുതൽ താല്പര്യമുണ്ട്. പിന്നെ 1-2 വർഷം ഗൾഫിൽ പോയിരുന്നു. അപ്പോൾ അറബി കുറച്ചും കൂടി വഴങ്ങും. പിന്നെ കമന്ററിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഓൾറെഡി നമ്മളെ ക്രിക്കറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണല്ലോ ഇംഗ്ലീഷ്. അത് വരുന്നതിനെ കൊണ്ട് ഇംഗ്ലീഷും മലയാളവും തമിഴ്, പിന്നെ ഒരു 5 ഡയലോഗിന് വേണ്ടി തമിഴും ചേർത്തു. അങ്ങനെ ഒരു 5-6 മിക്സ്ഡ് ആക്കിക്കൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നു. ഏതായാലും ഈ ഒരു ടൂർണമെൻറ്റ് MCLലും പങ്കെടുക്കാൻ പറ്റി. വലിയ ഒരു എന്താ പറയുക അഭിമാനം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോട് കളി കാണാൻ അതിഥിയായി എത്തിയ മന്ത്രി റിയാസിനും ചാണ്ടി ഉമ്മനും വേണ്ടി കമന്ററി പറഞ്ഞ് വൈറലായ കഥയുമുണ്ട് നിജാസിന് പറയാൻ. ഞാൻ ഇതിനു മുമ്പ് നമ്മളെ ഇൻഡോർ കോഴിക്കോട് ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഇൻഡോറിൽ നമ്മളെ ഇയാൾ വന്നിരുന്നു, ചാണ്ടി ഉമ്മ വന്നിരുന്നു. ചാണ്ടി ഉമ്മൻ്റെ ഒരു കളിക്ക് അയാളെ കൊണ്ട് ഒരു 3 ബാറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വൈറൽ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് കമൻറ്റ് പറഞ്ഞു. പിന്നെ നമ്മളെ മുഹമ്മദ് റിയാസ് നമ്മളെ മന്ത്രി വന്നിരുന്നു ഒരു കളിക്ക്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഡോക്ടേഴ്സിൻ്റെ ഒരു കളി ചെയ്തിരുന്നു. അവിടെയും അതുപോലെ കുറേ ഡോക്ടേഴ്സ്. ഇപ്പോൾ
ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുള്ള ആളുകൾക്ക് എനിക്ക് വലിയ ബന്ധമുണ്ടെന്നൊക്കെയാണ്. പക്ഷേ ഞാനങ്ങനെ ബന്ധത്തിലൊന്നുമില്ല. കാരണം ജഡ്ജിമാർ, നമ്മുടെ കോഴിക്കോടുള്ള ജഡ്ജിമാരെ കളി ചെയ്തിരുന്നു, ഡോക്ടേഴ്സിനെ കളി ചെയ്തിട്ടുണ്ട്, പോലീസിനെ കളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക സർക്കാരിലെയും നമ്മുടെ ഉന്നത താരങ്ങളുടെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സെലിബ്രിറ്റിനെ കളി ചെയ്തിട്ടുണ്ട്, നമ്മുടെ സിനിമാ നടന്മാരുടെ കുറച്ച് കളികൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ യുവത്വം തുളുമ്പുന്ന ഈ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് അവിടെയുള്ള ആ ഒരു കളിക്കാരുടെ ആ ഹൃദയത്തിൽ ചാലിച്ചിട്ടുള്ള, അവരോടൊപ്പം ചേർന്നിട്ടുള്ള ആ ഒരു കമൻട്രിയുടെ ആ ഒരു ജ്വരം മറക്കാനാവാത്തതാണ്. വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഏതു ഘട്ടത്തിലും ആത്മധൈര്യം പകർന്ന് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങൾ തന്നെയാണ് നിജാസിന്റെ എന്നത്തെയും കരുത്ത്. ഇന്ന് കളിപറച്ചിൽ ഒരു ഹരം മാത്രമല്ല, വരുമാന മാർഗം കൂടിയാണ് നിജാസിന്. ഇത്രയൊക്കെ ആയപ്പോഴും ഇനിയും ഒരുപാട് പുരോഗതി കളിപറച്ചിലിൽ കൈവരിക്കാനുണ്ടെന്ന് വിനീതനാകുന്നു നിജാസ്. ക്യാമറമാൻ ആസാദിനൊപ്പം MP ജംഷീർ, കേരള വിഷൻ. അപ്രതീക്ഷിതമെന്ന് കരുതട്ടെ, ഈ ഒരു ഓവറിലേക്ക് 66 റൺസിനെ 16 ടാർഗറ്റാക്കി മാറ്റിയിരിക്കുന്നു. 66 റൺസാണ് വിജയിക്കാൻ വേണ്ട സ്കോർ.